ആഴ്ചയുടെ 7-ാം ദിവസം യാഹ്വയുടെ സാബത്താണെന്ന് നമുക്കറിയാം. എന്നാൽ സാബത്ത് ആഴ്ചയുടെ 1-ാം ദിവസത്തേക്ക് മാറ്റിയതായി ചിലർ അവകാശപ്പെടുന്നു. സാബത്ത് ഒരു നിഴൽ മാത്രമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. മറ്റു ചിലർ പറയുന്നതാവട്ടെ, നിയമം നീങ്ങി പോവുകയും നിവർത്തിയാവുകയും ചെയ്തതിനാൽ ദൈവകൽപ്പനകൾ പാലിക്കേണ്ടതില്ല എന്നൊക്കെയാണ്. ഇസ്രായേലുമായി ദൈവം നടത്തിയ ഉടമ്പടിയുടെ ഭാഗമായി മാത്രം സാബത്തിനെ നോക്കിക്കാണുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ദൈവം ഓർക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കൽപ്പന മറന്നുപോയവരാണ് നാം. ഈ കൽപ്പന പാലിക്കുവാനായി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല എന്നതും ഇതിനെ മറ്റു കൽപ്പനകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. എന്നിട്ടും ഇതിനെ ഒരു ഭാരമായി പലരും ചിത്രീകരിക്കുന്നു. സത്യത്തിൽ നമുക്ക് ശാപമായി ലഭിച്ചിരിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്നുള്ള മോചനവും സ്വർഗരാജ്യത്തിൽ നമുക്ക് ലഭിക്കുന്ന വിശ്രമത്തെപ്പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലുമാണ് സാബത്ത്. സാബത്തിനെപ്പറ്റി വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ ചുവടെ ചേർക്കുന്നു. ഒന്നാമതായി, സാബത്ത് എന്നാൽ വിശ്രമം എന്നതാണ് അർത്ഥം. വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ പ്രവൃത്തികളിൽ നിന്ന് വിരമിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. 7-ാം ദിവസം നിന്റെ ദൈവമായ യാഹ്വയുടെ സാബത്താണ്. അതായത് സാബത്ത് എന്നത് യാഹ്വയുടേതാണ്. 7-ാം ദിവസം ദൈവം സാബത്ത് അഥവാ വിശ്രമം ചെയ്തുവെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. ദൈവം തന്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. താന് തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തന്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു വിശുദ്ധമാക്കി. ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു വിശുദ്ധമാക്കിയെന്നു ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ദൈവം നമ്മോട് കൽപ്പിച്ചതാവട്ടെ, സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക എന്നു മാത്രമാണ്. എങ്ങനെയാണ് വിശ്രമ ദിവസം വിശുദ്ധമായി ആചരിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ യാഹ്വയുടെ സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്തു വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. എന്തെന്നാല് യാഹ്വ 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് സാബത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. സാബത്ത് എന്നത് ദൈവം ഇസ്രായേലിനു മാത്രമായി കൽപ്പിച്ചു നൽകിയതല്ലെന്നു ഈ വചനങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ എല്ലാ മനുഷ്യരും തന്നെ ദൈവത്തെ ധിക്കരിച്ചു പോകയാൽ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകുവാൻ വേണ്ടി ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഇസ്രായേല് ജനത്തോട് പറയുക, നിങ്ങൾ എന്റെ സാബത്ത് സൂക്ഷ്മമായി ആചരിക്കണം. എന്തെന്നാല് യാഹ്വ ആയ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി. ഇത് എനിക്കും നിങ്ങൾക്കും മധ്യ തലമുറ തോറും അടയാളമായിരിക്കും. നിങ്ങൾ സാബത്ത് ആചരിക്കണം, കാരണം അത് നിങ്ങൾക്ക് വിശുദ്ധമായ ഒരു ദിവസമാണ്. മറ്റെല്ലാ കൽപ്പനകൾ പോലെ തന്നെ സാബത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കുവാൻ പല ആവർത്തി യാഹ്വ അവർക്കു നിർദ്ദേശം നൽകുന്നുമുണ്ട്. എന്നാൽ ഇസ്രായേൽ ആവട്ടെ ദൈവത്തെ അറിഞ്ഞിട്ടും അവനു വഴങ്ങാതെ അവനുമായി മല്ലിട്ടുകൊണ്ടിരുന്നു. എങ്കിലും ഇസ്രായേല് ഭവനം മരുഭൂമിയില് വച്ചെന്നെ ധിക്കരിച്ചു. അവര് എന്റെ കൽപ്പനകൾ അനുസരിച്ചില്ല. ജീവിക്കേണ്ടതിനു മനുഷ്യര് പാലിക്കേണ്ട എന്റെ പ്രമാണങ്ങൾ അവര് ഉപേക്ഷിച്ചു. എന്റെ സാബത്തുകൾ അവർ അശുദ്ധമാക്കി. കൂടാതെ പിൽക്കാലങ്ങളിൽ അവർ തങ്ങൾക്കു ഇഷ്ടമുള്ള രീതിയിൽ കർശനമായ പല മാനുഷിക നിബന്ധനകൾ അന്നേ ദിവസത്തേക്ക് നിർമ്മിക്കുകയും ചെയ്തു. സാബത്തില് നന്മ ചെയ്യുവാൻ പോലും ഇക്കൂട്ടർ അനുവദിച്ചിരുന്നില്ല. ഇക്കാര്യങ്ങളെപ്പറ്റി നാം സുവിശേഷത്തിൽ വായിക്കുന്നു. യേശു അവിടെ നിന്ന് യാത്ര തിരിച്ച് അവരുടെ സിനഗോഗിലെത്തി. അവിടെ കൈ ശോഷിച്ച ഒരുവനുണ്ടായിരുന്നു. യേശുവില് കുറ്റമാരോപിക്കണമെന്ന ഉദ്ദേശ്യത്തോടെ അവര് അവനോട് ചോദിച്ചു, സാബത്തില് രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ? അവന് പറഞ്ഞു, നിങ്ങളിലാരാണ് തന്റെ ആട് സാബത്തില് കുഴിയില് വീണാല് പിടിച്ചു കയറ്റാത്തത്? ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവനാണ് മനുഷ്യന്. അതിനാല് സാബത്തില് നന്മ ചെയ്യുക അനുവദനീയമാണ്. അനന്തരം അവന് ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവന് കൈ നീട്ടി. ഉടനെ അത് സുഖം പ്രാപിച്ച് മറ്റേ കൈ പോലെയായി. നിയമജരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തില് ഇരിക്കുന്നു. അതിനാൽ അവര് നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിന്. എന്നാല് അവരുടെ പ്രവൃത്തികള് നിങ്ങൾ അനുകരിക്കരുത്. അവര് പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവര് ഭാരമുള്ള ചുമടുകള് മനുഷ്യരുടെ ചുമലില് വച്ചുകൊടുക്കുന്നു. സഹായിക്കാന് ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. മറ്റുള്ളവര് കാണുന്നതിനു വേണ്ടിയാണ് അവര് തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. യാഹുഷ തന്റെ 2-ാം വരവിൽ തന്റെ രാജ്യം സ്ഥാപിക്കുകയും വിശുദ്ധരെ കൂട്ടിച്ചേർത്തതായും നാം നേരത്തെ കണ്ടതാണ്. ആ സഹസ്രാബ്ദ ഭരണകാലത്ത് സാബത്ത് ദിവസം മർത്യരെല്ലാം ആരാധനക്കായി സ്വർഗരാജ്യത്തിലേക്കു പോയിരുന്നതായി നമുക്ക് മനസ്സിലാക്കാം. യാഹ്വ അരുളിച്ചെയ്യുന്നു, ഞാന് സൃഷ്ടിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുൻപില് നിലനിൽക്കുന്നതുപോലെ നിങ്ങളുടെ സന്തതികളും നാമവും നിലനിൽക്കും. അമാവാസി മുതല് അമാവാസി വരെയും സാബത്ത് മുതല് സാബത്ത് വരെയും മർത്യരെല്ലാം എന്റെ മുൻപില് ആരാധനയ്ക്കായി വരും. സാബത്ത് എന്നത് ഒരു മതത്തിന്റെ ആചാരമോ അനുഷ്ഠാനമോ അല്ല എന്ന കാര്യം നാം മനസ്സിലാക്കുക. എല്ലാറ്റിനുമുപരി സാബത്ത് എന്ന് 7-ാം ദിവസത്തിന് ദൈവം നൽകിയിരിക്കുന്ന നിർവചനമാണ്. അന്നേ ദിവസം യാഹ്വയുടെ സാബത്താണ്. അതായത് മനുഷ്യൻ വിശ്രമിച്ചാലും ഇല്ലെങ്കിലും 7-ാം ദിവസം യാഹ്വയുടെ വിശ്രമ ദിവസമാണ്. കൂടാതെ 7-ാം ദിവസത്തെ നാം വിശുദ്ധമായി ആചരിച്ചാലും ഇല്ലെങ്കിലും അത് വിശുദ്ധമായി തന്നെ തുടരുകയും ചെയ്യുന്നു.
നമ്മൾ 6 ദിവസം ജോലി ചെയ്യണമെന്നും എന്നാൽ എല്ലാ ജോലികളിൽ നിന്നും 7-ാം ദിവസം സാബത്ത് ആചരിക്കണമെന്നുമുള്ള ഒരു വലിയ അടയാളം സാബത്ത് ദിവസം അവൻ നമുക്ക് നൽകി. സാന്നിധ്യത്തിന്റെ എല്ലാ ദൂതന്മാരും വിശുദ്ധീകരണത്തിന്റെ എല്ലാ ദൂതന്മാരും സ്വർഗത്തിലും ഭൂമിയിലും തന്നോടൊപ്പം സാബത്ത് ആചരിക്കാൻ ഈ 2 വലിയ വിഭാഗങ്ങളും അവൻ നമ്മിൽ മറച്ചിരിക്കുന്നു. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.